ഊണ് പോലും കഴിക്കാൻ വിശ്രമമെടുക്കാതെ മണിക്കൂറുകളോളം നീണ്ട തുടർച്ചയായ പരിശോധനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ SITയുടെ ഭാഗത്ത് കണ്ടത്. ഏതായാലും ഇതിൽ SIT കൃത്യമായ ദിശയിലൂടെ പോകുന്നുവെന്ന് ആക്ഷൻ കമ്മിറ്റി നേരത്തെ സൂചിപ്പിച്ചത് സത്യം തെളിയിക്കുക മാതിരിയാണ് ഇപ്പോഴുള്ള കാഴ്ച. ആ രീതിയിലാണ് പരിശോധന. ഇതുവരെ ഇതിലേതെങ്കിലും ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ അങ്ങനെ ദുരൂഹതകളോ ഈ അന്വേഷണത്തിലില്ല. പക്ഷേ ഇതിലിനി ഒരുപാട് സത്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഇതൊരു തുടക്കം മാത്രമായിരിക്കാം. ആ അസ്ഥികൾ ഇതിന്റെ സത്യം പറയുമോ? ആ അനന്യ ഭട്ട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു നാട് കാണാനെത്തിയ ഒരു കുട്ടി MBBS വിദ്യാർത്ഥിനി അവരെ കാണാതായിട്ടുണ്ട്. അവരുടെ മൃതദേഹം ഇവിടെ ഉണ്ടെന്നാണ് അമ്മ ഇപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്. ആ അമ്മയുടെ വാക്കുകൾ നമ്മുടെ ചെവികളിൽ ഇപ്പോഴും ഉണ്ട്. ഒരു അസ്ഥിയെങ്കിലും തരൂ, അന്ത്യകർമ്മം നടത്താനെന്നാണ്. ആ രീതിയിൽ ഒരുപാട് അമ്മമാർ, വിലപിക്കുന്ന അമ്മമാർ ഇവിടെയുണ്ട്. പുറത്തു നിന്നും വന്ന ആളുകളുണ്ട്, ഐഡന്റിഫൈ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അത്തരം ഒരുപാട് മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ടാകണം. എന്തായാലും പരിശോധന തുടരും. ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന ഇടങ്ങളിലെല്ലാം പരിശോധന തുടരുമെന്ന് തന്നെയാണ് SIT വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് നിർണായക ദിനമെന്ന് നമ്മൾ രാവിലെ തന്നെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. അത് അതേപോലെ സംഭവിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം നിർണായകം. 6ാമത്തെ പോയിന്റിൽ നിന്നും ഇത്തരത്തിൽ സാക്ഷി ചൂണ്ടിക്കാട്ടിയ, ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ അതേ സ്ഥലത്ത് നിന്നും ഒരു മൃതദേഹാവശം കിട്ടുന്നു. 8ൽ വളരെ പ്രധാനമാണ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും 8ലെ പരിശോധന. ഇപ്പോൾ ഇവിടെ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട്. കാരണം പകുതി ഭാഗങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി താഴ്ചയിൽ പോയാൽ തലയുടെ ഭാഗമോ മറ്റോ കിട്ടുമോ എന്നറിയാനായിരിക്കാം. ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം ഇതിൽ കൂടുതൽ പരിശോധന നടത്തുന്നത്. എന്തായാലും ഇത് ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിലധികമായി നിരന്തരം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മളിവിടെ ഓരോ വീടുകളിലെ അമ്മമാരുടെയും അവരുടെ വാർത്തകൾ, അവരുടെ സങ്കടങ്ങൾ നമ്മൾ പുറം ലോകത്തെത്തിക്കുന്നു. അതിനൊടുവിൽ ഏറ്റവും ഒടുവിൽ സർക്കാർ സമ്മർദ്ദത്തിലാകുന്നു. SIT പ്രത്യേക അന്വേഷണത്തെ രൂപീകരിക്കുന്നു. DGP തന്നെ മേൽനോട്ടം വഹിക്കുന്നു. ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നു. ആ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടക്കുന്നു. ഇപ്പോൾ 3 ദിവസമായി തുടർച്ചയായി നടത്തുന്ന തെരച്ചിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മൃതദേഹാവശിഷ്ടം ലഭിക്കുന്നത്. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 മുതൽ 11 വരെ റോഡിനരികിലാണ്. ഇന്നലെയൊക്കെ നമ്മളത് തത്സമയ ദൃശ്യങ്ങളിൽ ആ സ്പോട്ട് അവിടെ മാർക്ക് ചെയ്തത് നമ്മൾ കാണിച്ചതാണ്. റോഡിൽ നിന്നും നമുക്ക് ആ സ്പോട്ട് കാണാൻ പറ്റും. റോഡിൽ നിന്നും വാഹനങ്ങളിൽ എത്തിച്ചത് കൃത്യമായി അവിടെ തന്നെ കുഴിച്ചിടുന്ന സാഹചര്യമാണ്. അത് അദ്ദേഹം കൃത്യമായി ഓർത്ത് ആ സ്ഥലം ഇവർക്ക് ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുക്കുകയും അവിടെ മാർക്ക് ചെയ്യുന്ന സാഹചര്യമാണ്. 13 മാർക്ക് മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. 100ഓളം മൃതദേഹങ്ങൾ വളരെ ക്രൂരമായ ബലാത്സംഗം ചെയ്ത രീതിയിലും അത് അത്രത്തോളം അയാളുടെ ആ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്. വികൃതമാക്കിയ രീതിയിൽ ബലാത്സംഗം ചെയ്ത രീതിയിൽ കുട്ടികൾ അടക്കമുണ്ട്. അതിൽ കേരളത്തിലുള്ള കേരളീയ വേഷത്തിലുള്ള ധരിച്ച പെൺകുട്ടികളും ഉണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വരെ അദ്ദേഹം അതിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി കേരളത്തിൽ നിന്നും തിരോധനമായ ഏതെങ്കിലും കേസുകളുണ്ടോ? ഇനി ഇതിൽ വലിയ അന്വേഷണം നടക്കേണ്ടി വരും. പ്രതികളിലേക്ക് എത്തേണ്ടി വരും. ഏതായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അസ്ഥി ഇതൊരു തുടക്കം മാത്രമായിരിക്കും. ഇനിയും ഈ തെരച്ചിൽ ഇത് ഊർജ്ജം പകരും. അതുകൊണ്ട് തന്നെ ഇനി വലിയ തോതിൽ ഇത് കൂടുതൽ ഒരുപക്ഷെ ടീം അംഗങ്ങൾ കൂടിയേക്കാം. SITയുടെ അംഗങ്ങൾ കൂടി കൂടുതൽ ഇടങ്ങളിലേക്ക് ഒരേ സമയത്ത് പരിശോധന നടത്തുന്ന അവസ്ഥയുണ്ടാകാം. വളരെ വേഗത്തിൽ പരിശോധന പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ SIT ആലോചിക്കുന്നത്. സൈത്തെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ദൃശ്യങ്ങൾ തന്നെ ആ വസ്തുത പുറത്തേക്ക് വരികയാണ്. നോക്കൂ ആ ദൃശ്യങ്ങളിലേക്ക്. പോയിന്റ് നമ്പർ 6 മാർക്ക് ചെയ്തേക്കുന്ന ഇടം ആ ദൃശ്യത്തിൽ വ്യക്തമാണ്. ഒപ്പം തന്നെ ശുചീകരണ തൊഴിലാളി, അദ്ദേഹം മാസ്ക് ധരിച്ചുകൊണ്ട് അദ്ദേഹവും അവിടെയുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഇടത്താണ് പരിശോധന നടക്കുന്നത്. ഒപ്പം ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ, മൃതദേഹ അവശിഷ്ടങ്ങൾ, അസ്ഥിയുടെ ഭാഗങ്ങൾ അത് പരിശോധനയ്ക്ക് മാറ്റിവെക്കുന്നതും നമുക്ക് വളരെ ദൃശ്യം വ്യക്തമാണ്. ബൈജു സൂചിപ്പിച്ചതുപോലെ ഇതാദ്യമായിട്ടാണ് SIT ടീമിൻ്റെ ഈ സ്ഥല പരിശോധനാ ദൃശ്യങ്ങൾ ഇത്ര അടുത്ത് വളരെ വ്യക്തമായി നമുക്ക് എത്തിക്കാനാവുന്നത്. ന്യൂസ് 8ലേക്ക് മാത്രം ലഭ്യമാവുന്ന ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുക. നേത്രാവതി പുഴയുടെ ഓരം ചേർന്ന് വനഭാഗത്ത് SIT ടീം നടത്തുന്ന പരിശോധനയാണ്. ആ പരിശോധനയിലാണ് സുപ്രധാനമായ തെളിവുകളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസത്തെ പരിശോധനകളിൽ വെല്ലുവിളികൾ പലതുണ്ടായിരുന്നു. നേത്രാവതി പുഴയോരത്ത് വെള്ളം കെട്ട് കൂടുതൽ വരുന്നു. അതുകൊണ്ട് തന്നെ മണ്ണ് കുഴിച്ച് പരിശോധന അസാധ്യമാവുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പരിശോധനയിൽ സുപ്രധാനമായ ചില കണ്ടെത്തലുകൾ. ഇതാ ദൃശ്യങ്ങൾ കാണുന്നത് മൃതദേഹാവശിഷ്ടങ്ങൾ, അസ്ഥിയുടെ ഭാഗങ്ങളാവാം. ഒരുപക്ഷേ അവിടുന്ന് SIT ടീം അംഗങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു, അവിടുന്ന് മാറ്റുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ ദൃശ്യങ്ങളിൽ നിന്നും. എന്തായാലും പരിശോധനയിൽ അതിസുപ്രധാനമായ കണ്ടെത്തലുകളിലേക്ക് ഈ അന്വേഷണ സംഘം എത്തുകയാണ്. പ്രത്യേക പ്ലാസ്റ്റിക് കവറുകളിലേക്ക് മൃതദേഹാവശിഷ്ടങ്ങൾ മാറ്റി അവിടെ നിന്നും അത് കൊണ്ടുപോകുന്നു എന്നതാണ് പരിശോധനയുടെ സാഹചര്യം. പാജി സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ പരിശോധന കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ്. സത്യം പുറത്തു കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ്. കാരണം അത് കൂടുതൽ തെളിവുകളിലേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ പോയിന്റ് നമ്പർ 8 അടക്കമുള്ള മറ്റ് തന്ത്രപ്രധാനമായ ഇടങ്ങളിലേക്ക് ആ പരിശോധന നീളുമെന്നതാണ് ഇനി ഉണ്ടാവുന്ന സാഹചര്യം. ബൈജു, ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്ര പോയിന്റുകളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? ഇതുവരെ നടന്ന പരിശോധന ഏതൊക്കെ പോയിന്റുകളിലാണ്? ഇനി നടക്കാൻ പോകുന്ന തന്ത്രപ്രധാനമായ പരിശോധന ഇടങ്ങൾ അത് ഏതൊക്കെയാണ്?
സഹിത 13 പോയിന്റുകളാണ് ഇപ്പോൾ നേത്രാവതി പുഴയുടെ സമീപത്തായി, അതായത് റവന്യൂ ഭൂമിയിലും പുഴയുടെ കരയിലും ആയി 13 പോയിന്റാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഈ 13 പോയിന്റിൽ പരിശോധന നടത്തിയതിനു ശേഷം മാത്രം മറ്റിടങ്ങളിൽ ഇത്തരത്തിൽ അടയാളപ്പെടുത്തിയാൽ മതി എന്ന ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ക്രമം അനുസരിച്ച് 1 മുതൽ തന്നെയാണ് ഈ പരിശോധന നടന്നത്. ഒന്നാമത്തെ പരിശോധന നടന്നത് നേത്രാവതി പുഴയുടെ സമീപത്തുള്ള സ്നാനഘട്ടയിലാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ ഈ പ്രളയമുണ്ടായ സമയത്ത് 2018 ഇവിടെ വെള്ളം കയറിയതാണ്. അതുകൂടാതെ ഇതിന് മുകളിൽ റോഡിന്റെ വലിയ നിർമ്മാണം നടന്നിരിക്കുന്നു. അതിന്റെ മണ്ണുകളെല്ലാം അവിടെ കുമിഞ്ഞുകൂടിയത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് പെട്ടെന്ന് ഇത്തരത്തിൽ പരിശോധന നടത്തി അല്ലെങ്കിൽ ഒരു ചെറിയ JCB ഉപയോഗിച്ചൊന്നും പരിശോധന നടത്താൻ കഴിയാത്ത അവസ്ഥ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ ശ്രമം ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്നിരുന്നു. അവിടെ ഉപേക്ഷിക്കായിരുന്നു. പിന്നീട് 2ൽ ഇതേ സമാന അവസ്ഥയാണ്. പുഴയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. അവിടെ കുഴിക്കുമ്പോൾ വലിയ തോതിൽ വെള്ളം കയറി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റിടങ്ങളിൽ അങ്ങനെയല്ല, വനമേഖലയാണ്. വനത്തിനകത്താണ്. അവിടെയൊന്നും നമുക്ക് സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന തത്സമയ ദൃശ്യം പോലെ നമുക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് പോലും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ വരെ ഇത്തരത്തിൽ 5 പോയിന്റുകൾ 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചെങ്കിൽ ഇന്ന് 6ാമത്തെ പോയിന്റിലായിരുന്നു ഈ പരിശോധന നടന്നത്. 6ാമത്തെ പോയിന്റിൽ ഇവിടെ എത്തി പരിശോധന നടത്തുമ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി മറുകരയിലിരുന്നാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യം തൊട്ട് മറുകരയിലാണ്. ഇനി ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളിൽ അത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉന്നതരായ ഒരുപാട് ആളുകളുടെ എസ്റ്റേറ്റുകളുണ്ട്. അവിടെയാണ് ഇനി 14 മുതൽ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതിന് നിയമ നടപടി ചിലത് വന്നേക്കാം. അതുകൊണ്ട് തന്നെ കോടതിയുടെ അനുമതിയോടുകൂടി അവിടെ ഇത്തരത്തിൽ മാർക്ക് ചെയ്താൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് SIT എത്തുകയായിരുന്നു. അതോടുകൂടിയാണ് ഈ 13 ഇടവും കൃത്യമായി പരിശോധിച്ച് അതിന്റെ ഒരു വ്യക്തത വരുത്താൻ SIT രംഗത്ത് വന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാമായിരുന്നു, രാവിലെ 11 മണിയോടുകൂടി ശുചീകരണ തൊഴിലാളിയെ അതീവ സുരക്ഷയിൽ നേത്രാവതി പുഴയോരത്തേക്ക് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ കൊണ്ടുവരുമായിരുന്നു. അത് കഴിഞ്ഞ് അരമണിക്കൂറോളം ഇയാളുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമാണ് തെരച്ചിൽ നടത്തുക. അത്രത്തോളം സാക്ഷിയെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തെരച്ചിൽ ഇവിടെ നടത്തുന്നുണ്ടെന്ന് പറയണം. ഏതായാലും 2-3 ദിവസങ്ങളായി പലതരം ആളുകൾ പറയുന്നത് കാണാം, ഇത്തരത്തിൽ ഇവിടെ വസ്തുക്കൾ ലഭിക്കാത്തതിനെതിരെയൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ നോക്കിയാൽ മതി. പക്ഷേ അത് അങ്ങനെയല്ല. ഇവിടെ ഈ സാഹചര്യം വളരെ പ്രതികൂലമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 1, 2, 15 വർഷം മുൻപൊക്കെ ഏത് രീതിയിലാണ് അതിന് വന്ന വികസനം, ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ദൃശ്യം അങ്ങനെയല്ല. ഇവിടെ വലിയ വികസനമൊന്നും വരാതെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പുഴയോരത്തുള്ള സ്ഥലമാണ്. അത്ര പെട്ടെന്ന് ആളുകൾക്ക് ഈ ഭാഗത്തേക്ക് അങ്ങനെ എത്തിച്ചേരാനും പറ്റില്ല. കാരണം വലിയ കാടുകൾക്കിടയിലൂടെ ഊർന്നിറങ്ങി വേണം അവിടെ എത്താൻ. അങ്ങനെയായിരുന്നു ഉദ്യോഗസ്ഥർ, DGP ഒക്കെ ആ രീതിയിലായിരുന്നു ഇവിടെ എത്തിയിരുന്നത്. ഇതിന് സമീപത്താണ് ഇപ്പോൾ 7ാം നമ്പർ ഉള്ളത്. ഇതിന് തൊട്ട് സമീപത്താണ്, വലതുവശത്തായാണ് ഉള്ളത്. അതിനുശേഷം 8ാമത്തെ പോയിന്റ് വളരെ പ്രധാനമാണെന്ന് പറയാൻ കാരണം അത് റോഡിനോട്, അതായത് റോഡിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന ദൂരം പുഴയോരത്താണ്. ആ പോയിന്റിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഇയാൾ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ്, അവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശം ഇത്തരത്തിൽ പരിശോധിക്കുമ്പോൾ അവിടെ ഒരുപാട് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ ഇപ്പോൾ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലത്ത് നിന്നും കൂടുതൽ പരിശോധനയുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നും ലഭിച്ച വസ്തുക്കളൊക്കെ അത് സൂക്ഷ്മമായി തെളിവുകൾ നഷ്ടപ്പെടാത്ത രീതിയിൽ അത് പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റി ഫോറൻസിക് പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വരുന്ന 8ലും ഇതേ രീതിയിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടി വരും. അവിടെ കുറച്ചുകൂടി എളുപ്പമാണ് പരിശോധന നടത്താൻ. കാരണം അത് കുറച്ചും കൂടി ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്, റോഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ വെട്ടിമാറ്റിയിട്ടുണ്ട്. ഒരുപാട് മരങ്ങൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടിമാറ്റി അവിടെ മാർക്ക് ചെയ്ത് സീൽ ചെയ്ത് വെച്ച് 3 ദിവസമായി പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ 24 മണിക്കൂർ കാവൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ തന്നെ ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നു. പക്ഷേ അതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണ്, ന്യൂസ് 18 ആദ്യം ഇത്തരത്തിൽ ചില വസ്തുക്കൾ ലഭിച്ചു എന്ന വിവരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം ഇതൊരു മൃതദേഹാവശിഷ്ടമാണെന്ന കാര്യവും ന്യൂസ് 18 സ്ഥിരീകരിച്ച് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു.